കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്ത ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2 വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഈ ദിവസങ്ങൾ നാം ചിന്തിക്കുന്ന ദൈവപ്രസാദം, കർത്താവിന്റെ പ്രസാദ വർഷം, ദ ഇയർ ഓഫ് ലോർഡ്സ് ഫേവർ. പ്രസാദം എന്നുള്ളതിന് തത്തുല്യമായ മറ്റൊരു ആശയം ഉൾക്കൊള്ളാവുന്ന പദമാണ് കൃതാർത്ഥത. നാം ഇന്നലകളിൽ പ്രീതി, വാത്സല്യം, കരുണ, കടാക്ഷം, അനുകമ്പ, ദയ, ആനുകൂല്യം എന്നീ പദങ്ങളൊക്കെ പ്രസാദം എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ജോസഫിനെ വ്യത്യസ്തനാക്കിയത് ഒരു വെളിപ്പാടാണ്, ദൈവം നൽകിയ ഒരു ദർശനമാണ്. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ടതും സഹോദരന്മാർ തന്നെ പകച്ചതും ഇന്ന് താൻ നേരിടുന്ന എല്ലാവിധമായ കഷ്ടതകൾക്കും ഏക കാരണം താൻ കണ്ട സ്വപ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, ജോസഫിനെ വ്യത്യസ്തനാക്കി നിർത്തിയതും സ്വപ്നമാണ്, വെളിപ്പാടുകളാണ്. നാം ഇവിടെ വായിച്ചത് യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു വെളിപ്പാട്, ഒരു ദർശനം കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ കർത്താവായിരിക്കുന്ന കാലത്തോളം അതിനെ പൂർത്തീകരിക്കുവാൻ, അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ നിങ്ങൾ എത്തിച്ചേരും വരെയും നിങ്ങൾ കണ്ട സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് ലഭിച്ച കാഴ്ചപ്പാട്, വെളിപ്പാട്, നിയോഗം, ദർശനം അഥവാ സ്വപ്നം അത് മാനുഷികമല്ല, ഭൗമികവുമല്ല, ലൗകികവുമല്ല. അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഇടപെടലാണ് സംഭവിച്ചതെങ്കിൽ നിശ്ചയമായും ആ സ്വപ്നങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ജോസഫിന്റെ ലൈഫിൽ എല്ലാവരും പ്രതികൂലമായി തീർന്നു. കുടുംബാംഗങ്ങൾ തന്നെ പകച്ചു, സഹോദരന്മാർ തന്നെ ഉപദ്രവിച്ചു, താൻ തിരസ്കരിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. ജോസഫിനെ ഒരു വന്യമൃഗം കൊന്നുകളഞ്ഞു എന്നുള്ള ഒരു തെറ്റായ കഥ തന്നെ ഏറിയ നാളുകൾ യാക്കോബ് വിശ്വസിക്കേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്വപ്നമുള്ളവരും സ്വപ്നമില്ലാത്തവരും തമ്മിൽ വ്യത്യാസം, വെളിപ്പാടുള്ളവരും വെളിപ്പാടില്ലാത്തവരും തമ്മിൽ വ്യത്യാസം, വിളിയുള്ളവരും വിളിയില്ലാത്തവരും തമ്മിൽ വ്യത്യാസം. അതെ, നിങ്ങൾക്കൊരു നിയോഗമുണ്ടെങ്കിൽ, ഒരു ആത്മനിർണയം ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവഹിതത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. ജോസഫ് ആ വില കൊടുത്തു. ദോദാൻ എന്ന് പറയുന്ന പട്ടണത്തിലെ ആരും ഉപയോഗിക്കാത്ത ഒരു വലിയ പൊട്ടക്കുഴി, ഉപയോഗശൂന്യമായ കിണർ, ആ പട്ടണത്തിലെ എല്ലാ വേസ്റ്റും അശുദ്ധി കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ കിണറ്റിൽ ജോസഫിനെ തള്ളിയിട്ടു. അപ്പോഴും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്വപ്നക്കാരനെ വിറ്റ് കാശ് മേടിച്ചു. ഇപ്പോൾ ജോസഫ് സുഗന്ധവർഗം വിൽക്കുന്ന വിദ്യാനിയ കച്ചവടക്കാരുടെ കൂടെയും ജോസഫിന് വിറ്റ് കിട്ടിയ കാശ് സഹോദരന്മാരുടെ കയ്യിൽ, അവിടെയും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ കുഴിയിലിട്ടത് ദുർഗന്ധം ഉണ്ടാവുവാൻ, നാറ്റം വമിക്കുവാൻ. ആ കുഴി ഒരു ലജ്ജയുടെയും അപമാനത്തിന്റെയും നിന്ദയുടെയും പരാജയത്തിന്റെയും പടുകുഴിയാണ്. പക്ഷെ ഇപ്പോൾ ജോസഫിനെ സമീപിക്കുന്ന എല്ലാവർക്കും സുഗന്ധം നൽകുകയാണ്, സൗരഭ്യം, വാസന. കാരണം ഇസ്മായിലെ കച്ചവടക്കാരുടെ കയ്യിൽ ഇരിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളാണ്. ലോകം നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് ചെയ്യട്ടെ, ശത്രുക്കൾ കുഴിവെട്ടട്ടെ, അതിൽ നിങ്ങളെ മൂടുവാൻ ശ്രമിക്കട്ടെ. പക്ഷെ പ്രിയമുള്ളവരെ, ആ ദോദാനിൽ ദൈവം ഒരു കാര്യം ചെയ്തു. ജോസഫിന്റെ സഹോദരന്മാർ ഈ ദോദാനിൽ ഇനി ഒരു പ്രവാചകൻ വേണ്ട, സ്വപ്നക്കാരൻ വേണ്ട, വെളിപ്പാടുള്ളവൻ വേണ്ട, ദർശനക്കാരൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവിന്റെ കയ്യിൽ നിന്ന് അഭിഷേകം വാങ്ങി വർദ്ധിപ്പിച്ച, ഇരട്ടി പങ്കിന്റെ അഭിഷേകം ലഭിച്ച ഏലീശ പ്രവാചകന്മാരെ സ്കൂള് പണിതത് ഇതേ ദോദാനിലാണ്. ഒരു പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ നൂറുകണക്കിന് പ്രവാചകന്മാരെ പ്രൊഫറ്റിക്കൽ സ്കൂളിൽ പരിശീലിപ്പിക്കും. ഇനിയും ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ദൈവം ജോസഫിനോട് കൂടെ. അവിടുത്തെ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിൽ ആരുമില്ല. അന്നേരം ജോസഫ് പറഞ്ഞത് ശരിയാണ് സഹോദരി, നിന്നെ കാണുന്ന ആരുമില്ലെന്ന ശരി, എന്നെ കാണുന്ന സ്വർഗം, ദൈവം ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ടേയിരിക്കും. ജയിലിലും ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായി. ജോസഫ് ഈ കാരാഗ്രഹത്തിൽ വരുവാൻ കാരണം സ്വപ്നം നിമിത്തമാണ്, ഒരു തെറ്റും ചെയ്തിട്ടല്ല. നീ ഇവിടുന്ന് പുറത്തു പോകുന്നതും സ്വാധീനമോ മനുഷ്യന്റെ പിന്തുണയോ പാനപാത്രവാഹിന്റെ റെക്കമെൻഡേഷനോ മറ്റു പ്രമാണിമാർ വന്ന് രാജാവിനെ സ്വാധീനിച്ച് തനിക്കൊരു അനുകൂലമായ വിധി ഉണ്ടാക്കി കൊടുക്കുകയല്ലായിരുന്നു. സ്വപ്ന നിമിത്തം നീ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ, സ്വപ്ന നിമിത്തം ഈ ജയിലിൽ വന്നെങ്കിൽ, ഇവിടെ നിന്ന് പുറത്തു പോകുന്നതും സ്വപ്ന നിമിത്തമായിരിക്കും. ആ സ്വപ്നം ഫറവോൻ കണ്ടു. ഫറവോൻ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് എത്തേണ്ടടുത്തെത്തി. ഇതാണ് ഇന്നത്തെ ദൂത്. ദൈവം നിങ്ങളോട് കൂടെ.